കുട്ടികൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ് ലേസ്. നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ലേസ് വീട്ടിൽ തന്നെ ചെയ്തെടുത്താലോ? അത് നല്ല ക്രിസ്പിയും കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ടേസ്റ്റിലും ആയാലോ? അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ താമസിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ലേസ് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കിയാലോ? അപ്പോൾ അതിനായിട്ട് ഞാനൊരു 3 മീഡിയം സൈസ് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. പീലർ ഉപയോഗിച്ച് നമുക്കിതിൻ്റെ 3ൻ്റെയും തൊലി ഒന്ന് കളഞ്ഞെടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം 1 കപ്പ് വെള്ളത്തിലേക്ക് നമുക്കിതൊന്ന് ഇട്ട് വയ്ക്കാം. പൊട്ടറ്റോയുടെ കളറൊന്നും മാറാതിരിക്കാനാണ് നമ്മൾ പൊട്ടറ്റോ വെള്ളത്തിലിട്ട് വെക്കുന്നത്. ഇനി ഇതുപോലൊരു പീലർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്ലൈസർ ഉപയോഗിച്ചിട്ടോ നമുക്കിതുപോലെ അരിഞ്ഞെടുക്കാം. ഇതുപോലുള്ള ഡിസൈനുള്ള സ്ലൈസർ ഉപയോഗിച്ചിട്ട് അരിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ലേസിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിത് വെച്ച് നമുക്കെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. വളരെ സാവധാനത്തിൽ തിന്നായിട്ടൊന്ന് അരിഞ്ഞെടുത്താൽ നല്ല രീതിയിൽ ക്രിസ്പി ആയിട്ട് പൊരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇത് വീണ്ടും നമുക്കൊരു 3 വെള്ളത്തിൽ കഴുകിയെടുക്കണം. ചെറുതായിട്ട് പൊട്ടറ്റോ ഇപ്പോൾ കളറൊക്കെ മാറി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു നമുക്കൊരു 3-4 വെള്ളത്തിൽ കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കറയൊക്കെ നല്ല രീതിയിലങ്ങ് പോകുന്നതായിരിക്കും. പൊട്ടറ്റോ അരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം കഴുകി പൊരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഒരു 3-4 വെള്ളം കഴുകി ഞാനൊന്ന് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ 4 അല്ലി വെളുത്തുള്ളിയും ഒരു പഴുത്ത പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇനി ഈ മിക്സ് പൊട്ടറ്റോയിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം 1 മണിക്കൂർ നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം. ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തതിന് ശേഷം 1 കപ്പ് തണുത്ത വെള്ളമോ അല്ലെങ്കിൽ പച്ചവെള്ളമോ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം ഒരു കോട്ടൺ തുണിയിൽ നമുക്കിതുപോലെ ഓരോന്നായിട്ട് വെച്ച് കൊടുത്ത് വെയിലത്ത് വെച്ച് ഉണക്കുകയോ അല്ലെങ്കിൽ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുകയോ ചെയ്യാം. നന്നായിട്ട് ഡ്രൈ ആയി വന്നതിന് ശേഷം മാത്രം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ എണ്ണയിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു പൊട്ടൽ പോലെയൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഡ്രൈ ആയതിന് ശേഷം മാത്രം നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇളക്കി ഒന്നിനൊന്ന് ഒട്ടാത്ത രീതിയിൽ തന്നെ നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. തിരിച്ച് മറിച്ചുവിട്ട് നല്ല രീതിയിലൊന്ന് കളറൊന്ന് ചേഞ്ചായി വരുമ്പോഴത്തേക്ക് നമുക്ക് കോരി മാറ്റാം. ഇതൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. എങ്കിലേ നല്ലൊരു ക്രിസ്പ്നെസ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് കോരി മാറ്റാം. അതുപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് 1/4 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ പേസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിലും അതിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് ചാറ്റ് മസാല ചേർത്ത് കൊടുക്കാം. ചാറ്റ് മസാലയുടെ ഹോം മെയ്ഡ് റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാനത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മിൻറ്റ് ലീഫ് പൗഡറോ അല്ലെങ്കിൽ കൊറിയാൻഡർ പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. കുട്ടികൾക്ക് വീട്ടിൽ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ലേസാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക.